ഫണ്ടുകൾ തടഞ്ഞുവെക്കുന്നതിനെതിരെ സമരത്തിന് SFI. മിസ്റ്റർ മോദി കേരളത്തിലുള്ളതും കുട്ടികളാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധിക്കുക. തടഞ്ഞുവെച്ചിരിക്കുന്ന ഫണ്ട് തരുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. ഈ കേരളത്തിൽ വിദ്യാർത്ഥികളായിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളുടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടാണ്, ചോദ്യം ചെയ്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി ലഭ്യമാക്കേണ്ട 1500 കോടി രൂപ SSK ഫണ്ട് മാത്രവും അതിനു പുറമെ വ്യത്യസ്ത സ്കീമുകളിലാക്കി ഇവിടെ നൽകേണ്ട പണമൊന്നും ഇതുവരെയായി കേരളത്തിന് ലഭിച്ചിട്ടില്ല. ഈ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, വിദ്യാർത്ഥികളല്ലേ? ബേട്ടി പഠാവോ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചാൽ മതിയാവില്ലല്ലോ. അത് പഠിക്കാനുള്ള അന്തരീക്ഷമുള്ള ഈ കേരളത്തിൽ ഇവിടെ തരേണ്ട വിഹിതം തരണമല്ലോ. അത് തരാത്ത നിലപാടിനെതിരെ ശക്തമായ സമരം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാന്ത്വന സാജു ചേരുന്നു വിശദാംശങ്ങളുമായി. സാന്ത്വന, ഈ വിഷയത്തിൽ അപ്പോൾ SFI എന്തായാലും ഇറങ്ങുകയാണ്. എങ്ങനെയൊക്കെയായിരിക്കും പ്രതിഷേധം? റോഷ്നി, SSK ഉൾപ്പെടെ ഉള്ള പല പദ്ധതികൾക്കായി ഏതാണ്ട് 1500 കോടിയിലധികം രൂപയാണ് കേന്ദ്രം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകാനുള്ളത്. ഇതൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനയായ SFI തന്നെ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. 3 ഘട്ടങ്ങളിലായി സമരം ചെയ്യുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ മാസം 5-ാം തീയതി ആദ്യഘട്ടമായി സമരപ്രഖ്യാപന കൺവെൻഷൻ തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. അതിൽ MSFനെയും ഫ്രട്ടേണിറ്റിയെയും ABVPയും ഒഴിച്ചുള്ള ബാക്കി എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും ഈ ഒരു സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യഘട്ടമായി സമരപ്രഖ്യാപനം നടത്തും. അതിനുശേഷം ജില്ലാ തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്താനാണ് തീരുമാനം. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇതുമായി ബന്ധപ്പെട്ട 1 ലക്ഷം ഇമെയിലുകൾ അയക്കുക എന്നുള്ള ഒരു നീക്കം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനുശേഷം രാജ്ഭവനിലേക്ക് ഉൾപ്പെടെ എന്തായാലും SFI പ്രതിഷേധവുമായി ഇറങ്ങുകയാണ്. സാന്ത്വന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.